ഡിവൈഫൈക്കാർ കണ്ടോട്ടെ, അതിനിപ്പോ എന്തോ ഞാൻ എന്റെ ലൈഫിന്റെ ഉള്ള കാര്യമല്ലേ പറയുന്നത്, സത്യമാണ് പറയുന്നത്. ഇപ്പം MSc പഠിക്കുമ്പോൾ അവരെന്നെ സ്പോൺസർ ചെയ്തു. ആദ്യത്തെ കുറച്ച് മാസമൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ എന്റെ അമ്മേനെ മാത്രമല്ല ഒത്തിരി പെണ്ണുങ്ങളെ ഇങ്ങനെ അയാള് എന്താ പറയുക പെണ്ണുങ്ങളെ പോയി കല്യാണം കഴിച്ച് അവിടെ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയിട്ട് അവരുടെ ആ സ്ത്രീകൾ പിന്നെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ആ കുട്ടീനെ വളർത്തുന്നത്. എന്റെ അമ്മ അത്ര സ്ട്രഗിൾ ചെയ്ത് ഞാൻ കാണും. ദിലീപിന്റെ കൂടെ മോഹൻലാൽ അഭിനയിച്ചപ്പോൾ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ ഒരാളാണ്. നാളെ മമ്മൂട്ടിയും അല്ലെങ്കിൽ വേറൊരു ആക്ടർ ദിലീപിന്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ താങ്കൾ അവരും കുറ്റം പറയും? കുറ്റം പറയും. എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കുറ്റം പറയും. എനിക്ക് കൃത്യമായിട്ട് അറിയാം ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. അതെനിക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കും. ഓക്കെ, ഈ മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ ആക്ടേഴ്സും ഇതുപോലെയാണോ? അങ്ങനെ മലയാളം ഇൻഡസ്ട്രി ഞാൻ ചോദിക്കട്ടെ, ശബരിമല സ്ത്രീകൾ കയറിയ പ്രശ്നം? ശബരിമല സ്ത്രീകൾ കയറിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതാണ് പ്രശ്നം, അവിടുത്തെ സ്വർണ്ണം എല്ലാം അടിച്ചെടുത്തോണ്ട് പോകുന്നതാണ് പ്രശ്നം. രാഹുൽ ഈശ്വറിനെ പറ്റി പോലെയുള്ള ആൾക്കാരുടെയൊക്കെ മുഖം മൂടി തിരിച്ചറിഞ്ഞ ഇവിടെയുള്ള ആൾക്കാർക്ക് കൊള്ളാം. ഇവിടെ ജാതിപരമായിട്ടും മതപരമായിട്ടും ജെൻഡർ പരമായിട്ടും എന്താ അടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവൻ നോക്കുന്നത്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക്, താങ്കൾ ഒരു PhD അല്ലെങ്കിൽ PhD അല്ല സോറി എംഎഡും അതുപോലെ ഫിസിക്സ് ഒക്കെ ഉള്ള ആളാണ്. എങ്ങനെയാണ് സ്കൂൾ ജീവിതത്തിൽ നിന്ന് ഒരു ആക്ടിവിസ്റ്റ് ജീവിതത്തിലേക്ക് എത്തുന്നത്? അത് എന്റെ അമ്മ നമ്മുടെ നാട്ടിലൊരു ലോക്കൽ ആക്ടിവിസ്റ്റാ. അതായത് ഞങ്ങൾ അമ്മ കമ്മ്യൂണിസ്റ്റ് ആണ്. ഇപ്പൊ അതെല്ലാം നിർത്തി. 17 കൊല്ലമായിട്ട് പാർട്ടി മെമ്പർ ആയിരുന്നു. ഇപ്പം എല്ലാം നിർത്തി. അത് പാർട്ടിക്കാരൻ നല്ലതല്ലോ ഇപ്പോഴത്തെ, പണ്ടത്തെ പാർട്ടിയുടെ അത്ര നല്ലതല്ലോ ഇന്നത്തെ പാർട്ടി. പിണറായി വിജയൻ പിണറായി വിജയൻ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം എന്തായാലും കോൺഗ്രസ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട്? അതെന്ന് പറഞ്ഞാൽ ഒരു ഭരണം തന്നെ കുറെ കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ അവിടെ ഫാസിസം ഉണ്ടാവും. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. മാറി മാറി വരണം, എന്നാലേ അതൊരു ബാലൻസ് നിൽക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് ബീഫ് കഴിക്കാനും വേണം. അത് BJP-ക്കാർ വരാതിരുന്നാ മതിയല്ലോ. BJP ബീഫ് കഴിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉടനെ ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം, BJP ഇവിടെ വരുവാണെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇവരുടെ പൊളിറ്റിക്സ് അങ്ങ് നടപ്പിലാക്കത്തുള്ളൂ, അവരുടെ അജണ്ട നടപ്പിലാക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ലീഗ് വരാണെങ്കിലോ? ലീഗ് ഒന്നും വരൂല. ലീഗ് കുറച്ച് സ്ഥലത്ത് മാത്രമല്ലേ ഉള്ളൂ. ലീഗ് ഒന്നും വരൂല. അതൊരു ന്യൂനപക്ഷമായിട്ടുള്ളൊരു സംഭവമല്ലേ. അതുകൊണ്ടല്ലേ അവര് UDF മുന്നണിയുടെ കൂടെ ചേർന്ന്. അവർക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ രാഷ്ട്രീയ താങ്കളുടെ വീക്ഷണത്തിൽ കോൺഗ്രസ് ആണ് അടുത്ത് വരേണ്ടത്? കോൺഗ്രസ് ആണ് അടുത്തത് വരേണ്ടത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല? പ്രശ്നങ്ങളുണ്ടാവും. കോൺഗ്രസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ CPM-കാർ നന്നായിട്ട് വിമർശിക്കും. അപ്പൊ നന്നായി വിമർശിക്കുമ്പോൾ നല്ല ഒപ്പോസിഷൻ അവിടെ ഉണ്ടാവും. ഇപ്പോഴത്തെ കോൺഗ്രസ്, നിലവിലുള്ള കോൺഗ്രസ് ഒപ്പോസിഷൻ ഭയങ്കര ശോകമാണ്. അപ്പം നല്ല ഓപ്പോസിഷൻ ഉണ്ടാവണം. നല്ല ഓപ്പോസിഷൻ ഉണ്ടായാലേ നല്ല ഭരണം ഉണ്ടാവുള്ളൂ. അതെ, കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ CPM-കാർ അല്ലെങ്കിൽ LDF ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആ LDF ആണ് ഇപ്പോൾ കമ്പ്യൂട്ടറും പിടിച്ച് നടക്കുന്നത്. നമുക്ക് ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് എത്താം. എങ്ങനെയാണ് ഒരു ആക്ടിവിസ്റ്റിലേക്ക് എപ്പോഴാണ് അത് തിരിച്ചറിയുന്നത് എന്റെ ഉള്ളിൽ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഉണ്ണിയാർച്ചന്റെ ഉള്ളിലുണ്ടെന്ന് എപ്പോഴാണ് തോന്നിയത്? എനിക്ക് അങ്ങനെ ഇതായിട്ട് തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. ആൾക്കാരൊക്കെ പറയുന്നല്ലേ. എന്റെ അമ്മ ഭയങ്കര, ഞാൻ പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അതായത് എന്റെ പേരെന്താ? ഉഷാകുമാരി. അമ്മ അംഗൻവാടി ടീച്ചറാണ്. കുറെ കൊല്ലമായിട്ട് എനിക്ക് ഒരു 5 വയസ്സായപ്പോൾ അംഗൻവാടി ടീച്ചറായിട്ട് ജോലി കിട്ടിയതാ. അപ്പം എന്റെ അമ്മ, ഞങ്ങളുടെ വീട് ഒരു കർണാടക ബോർഡറിലാണ്. അതായത് കൂർഗ്, വിരാജ്പേട്ട ആ ബോർഡറിലാണ്, കണ്ണൂര്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ മാക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഈ ചാരായം ഈ എന്താ പറയാ അതിന് ചാരായം, മനസ്സിലായോ? അതായത് ചാരായം പണ്ടത്തൊക്കെ നമ്മുടെ ഒരു കവറിനകത്ത് കിട്ടുന്നത് ഞങ്ങൾക്കൊക്കെ. അപ്പൊ അത് നമ്മുടെ അവിടെ ഒരു കോളനി ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര അത് വിൽപ്പനയും, അത് എന്താ പറയാ, അത് വിൽപ്പനയും അത് വെച്ചിട്ടുള്ള കുറെ ഫാമിലികളിലൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്റെ അമ്മയൊക്കെ പോയിട്ടാണ് ഈ കുറെ കയ്യാലെന്ന് പറഞ്ഞിങ്ങനെ, കയ്യാല അറിയാമോ എന്താ ഇങ്ങനെ? അല്ലല്ല, ചിലപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നുണ്ട്, ചില ഭാഷ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കയ്യാലയുടെ ഇടയിലൊക്കെ ഇവന്മാർ ഈ ചാരയും കുത്തി വെക്കും. അപ്പൊ എന്റെ അമ്മയൊക്കെയാണ് ഇങ്ങനെ മുളയൊക്കെ കൂർപ്പിച്ചുണ്ടെങ്കിൽ അതൊക്കെ കുത്തി അങ്ങനെ ഭയങ്കര പ്രശ്നമായി. എന്റെ അമ്മേനെ വെട്ടാൻ വേണ്ടിയൊക്കെ വന്നു ആൾക്കാർ. അങ്ങനെയൊക്കെ ഭയങ്കര, ഞാൻ അന്നേരം എന്റെ ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മേനെ ആരെല്ലാം കൊല്ലുമോന്നൊക്കെ. അപ്പം അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു സ്പിരിറ്റ് വന്നതാണ്. പ്രചോദനം. അമ്മ ഭയങ്കര അമ്മ പാമ്പിനെയൊക്കെ തല്ലിക്കൊല്ലും, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതാ. അമ്മ പാമ്പിനെ തല്ലിക്കൊല്ലുമ്പോ എനിക്ക് ടോർച്ച് അടിക്കാൻ കൊടുക്കാൻ വേണ്ടി പറയും. ഞാൻ പേടിച്ചിട്ട് ടോർച്ച് അടിച്ചു കൊടുക്കില്ല. എനിക്ക് പാമ്പിനെ കാണാൻ തന്നെ പേടിയാ. എന്റെ അമ്മ പാമ്പിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പൊ അല്ല, എന്റെ അമ്മയ്ക്ക് ഒരു സ്ത്രീ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് എത്ര സ്ത്രീകൾ തല്ലിക്കൊല്ലുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് ഇപ്പൊ പാമ്പിനെ, എന്റെ ആ സമയത്തൊന്നും ഞങ്ങൾ ഇവിടെ ആരും തല്ലിക്കൊല്ലൂലായിരുന്നു. പിന്നെ റബ്ബർ വെട്ടാൻ പോകും. എന്റെ അമ്മയിൽ ഓട്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഓട്ടോ ഓടിക്കുമായിരുന്നു, അങ്ങനെ വീടിന് പെയിന്റ് അടിക്കുമായിരുന്നു, അങ്ങനെ എല്ലാം. എന്റെ വീട്ടിൽ ആണുങ്ങളില്ല. അപ്പൊ ഒരാണ് ചെയ്യേണ്ട സോക്കോൾഡ് എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ എന്റെ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പൊ എന്റെ അമ്മയിൽ നിന്നാണ് എനിക്ക് എപ്പോഴാണ് ഈ രംഗത്തിലേക്ക് ഇറങ്ങിയത്? ഏത് വയസ്സിലാണ് ഇത്? ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് താങ്കൾ ഈ സമൂഹ മാധ്യമത്തിലേക്ക് അല്ലെങ്കിൽ പ്രസക്തി ഏതൊരു പോയിന്റിലാണ്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ഞാൻ പണ്ട് എനിക്കൊരു ടോക്സിക് കാമുകനുണ്ടായിരുന്നു. എന്റെ 10ാം ക്ലാസ് തൊട്ട് എന്റെ PG സെക്കൻഡ് ഇയർ വരെ. അതായത് ഞാൻ ഭയങ്കര കമ്മിറ്റഡ് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരും കൂടെ പോകുന്നില്ല, അവന്റെ കൂടെ തന്നെ നിൽക്കുക. അപ്പം പുള്ളിക്കാരൻ മറ്റേ ഷോൾഡ് മോളൂസ് സെറ്റപ്പ് ആയിരുന്നു. ഷോൾഡ് അതെവിടെ വിടത്തില്ല, ഭയങ്കര ടോക്സിക് എന്ന് പറഞ്ഞാൽ എനിക്കത് തിരിച്ചറിയാനുള്ള കഴിവില്ലായിരുന്നു. അന്ന് ഞാനൊരു കുലസ്ത്രീ ആയിരുന്നു. ഇവൻ കാരണം കൂടുതൽ കുലസ്ത്രീയായി മാറി. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഇവൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു. ഇവൻ എന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി എന്നെ ഒന്നിനും അനുവദിക്കൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് അന്നേരം ഉണ്ടാക്കി എടുത്തിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടു. അപ്പൊ എന്ത് ചെയ്തു, അന്നേരം പണ്ട് ഈ കഫേലൊക്കെ പോയിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് അതുള്ളൂ. അപ്പൊ ഇവൻ വല്ലപ്പോഴും ഒക്കെ പോയിട്ട് ഇത് നോക്കുള്ളൂ. അപ്പൊ എന്റെ കാണത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ഇല്ലെന്ന്. അപ്പൊ ഞാൻ ആ ബുദ്ധി പ്രയോഗിച്ചു. അത് കഴിഞ്ഞ് ഇവൻ ബ്രേക്കപ്പ് ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പണ്ടോട്ട് ഈ എഴുതുന്ന പരിപാടിയുണ്ട്. അന്ന് മംഗ്ലീഷിലൊക്കെ എഴുതുന്നത്. അപ്പൊ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അന്നത്തെ കാലത്തിലെ ഫേസ്ബുക്ക് വന്ന കാലത്തിലെ ഈ പ്രതികരിക്കുന്ന പെണ്ണുങ്ങളൊന്നും അങ്ങനെ അധികം ഇല്ല. ഞാൻ അന്നേരം ഉമ്മൻചാണ്ടി സരിത ആ സംഭവത്തിൽ എല്ലാവരും പോസ്റ്റ് എഴുതും മംഗ്ലീഷിൽ. അങ്ങനെ ഞാൻ കുറേ ആൾക്കാരായിട്ട് കമ്പനിയായി. ഫേസ്ബുക്കിലെ പുലികളൊക്കെ ആയിട്ട് ഞാൻ എല്ലാവർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ എഴുതി കമ്പനിയായി. അപ്പൊ എനിക്ക് ഓൾറെഡി ഫേസ്ബുക്കിൽ നല്ലൊരു എന്താ പറയാ ഫ്രണ്ട് സർക്കിൾ എനിക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ബ്രേക്കപ്പ് ആയത്. എന്തുകൊണ്ട് താങ്കൾക്ക് ബ്രേക്കപ്പ് ആവണം ചെയ്തത്? അവൻ ബ്രേക്കപ്പ് ആവണം ചെയ്തത്? അത് അവന്റെ ഫോണിൽ നിന്ന് ഞാൻ വേറൊരു പെണ്ണിന്റെ ന്യൂഡ് ഫോട്ടോ പിടിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അപ്പൊ ഞാൻ കുറച്ച് ആക്റ്റീവ് ആണല്ലോ. അതായത് താങ്കളെ കൊണ്ട് ഫേസ്ബുക്ക് എടുക്കാനോ വേറെ ആൾക്കാർ സംസാരിക്കാതെ അവൻ കേറി ഗോൾ അടിച്ചു. അവൻ അപ്പൊ ആ പെണ്ണിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഫ്രണ്ടാന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പെണ്ണിന്റെ ന്യൂഡ് ഫോട്ടോ ഞാൻ കണ്ടു ഇങ്ങനെ. അപ്പത്തേക്ക് എന്ത് ചെയ്തു, ഞാൻ ആ പെണ്ണിനെ വിളിച്ചു. ആ പെണ്ണിനെ വിളിച്ചു കഴിഞ്ഞപ്പം ആ പെണ്ണോട് പറയുന്നത് ഞാൻ ഫ്രണ്ടാന്ന്, എന്നോട് പറയുന്നത് അവള് ഫ്രണ്ടാന്ന്. അങ്ങനെ ആരാണ് വ്യക്തി? അവനൊക്കെ ഇപ്പൊ പുറത്തെ രാജ്യത്തൊക്കെ പോയി, അവനൊക്കെ വേറെ ഏതോ രാജ്യത്തൊക്കെയുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ എന്താ എനിക്ക് അവനോടുള്ള കലി, ഇത്രയും കാലം എന്നെ ഫ്രീഡം ഇതാക്കുമല്ലേ. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ അങ്ങോട്ട് പിന്നെ അങ്ങ് അപ്പൊ എന്റെ ആകെ അപ്പൊ ഞാൻ അത് ആ റിലേഷൻഷിപ്പ് വെക്കുമ്പോഴും എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. അന്ന് എനിക്കിതില്ല. ഇല്ല, എന്റെ അമ്മ ഇപ്പോഴും പറയും 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ നീ പറയുമായിരുന്നു കല്യാണം കഴിക്കേണ്ടെന്ന്. ഞാൻ അപ്പൊ അത് നോർമലായിട്ട് വിട്ടു. പക്ഷെ ഈ 30 വയസ്സായിട്ട് നീ കല്യാണം കഴിക്കേണ്ടെന്ന് പറയുമ്പോഴാണ് ഇത് ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായെന്ന് എന്റെ അമ്മ ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു. അപ്പം എനിക്കൊന്നും ഇങ്ങനെ കല്യാണം കഴിക്കണം അങ്ങനെ ഇതൊന്നും ഇല്ല. അപ്പം എനിക്ക് പിന്നീടെന്ന് പറഞ്ഞാൽ എനിക്ക് അതോടുകൂടി എന്റെ ഒരു കുട്ടിയുടെ പ്രൈം ലവ് കൊടുക്കേണ്ട അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളാണ്. എനിക്കത് അവിടെ ഇല്ല. അവിടുന്ന് ഫുൾ അവിടെ ആബ്സെന്റ് ആണ്, ആ ഇമോഷൻ ആബ്സെന്റ് ആണ്. പിന്നെ എന്റെ ലൈഫിൽ വരുന്ന ആളാണ് ഈ ഒരു കാമുകൻ. ഇതുപോലെ എനിക്ക് പക്ഷെ ഇന്നാണ് ഞാൻ അവനെ വലിയ ഒന്നും പറയുന്നില്ല കേട്ടോ. എനിക്ക് ഇന്നത് കുറച്ചുകൂടെ എന്താ പറയാ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോ കാമുകനുണ്ടായാലും വേറൊരു പെണ്ണിന്റെ കൂടെ പോയാലും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് അന്നത്തെ അത്രയും പ്രശ്നമില്ല. എല്ലാ സ്ത്രീകളും ഇതുപോലെ ആയി മാറട്ടെ, അന്നത്തെ അത്രയും പ്രശ്നമില്ല. അത് പിന്നെ അത് ഞാനിപ്പോ എങ്ങനെയാ മനസ്സിലാക്കുന്നത് അറിയോ? പക്ഷെ എന്നാലും നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാള് ചതിക്കുന്നു അല്ലെങ്കിൽ വേറെ ആളുടെ കൂടെ പോകുന്നു പറഞ്ഞാല് അതെന്തുകൊണ്ട് അത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കുറവൊക്കെ ഉള്ളതുകൊണ്ടല്ലേ വേറെ ആളുടെ അടുത്ത് പോകത്തുള്ളൂ. ചിന്തിക്കാൻ പറ്റത്തില്ല അവർക്ക്. ഞാനങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല. ഇപ്പൊ എന്റെ ബോയ് ഫ്രണ്ട് എപ്പോഴും പറയുന്നതാണ് നീ എനിക്ക് ഈ വർത്തമാനം പറഞ്ഞ് തലവേദന തരരുതേ, എന്തിനാ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നത്. അപ്പം എനിക്ക് മിണ്ടായിക്കൊണ്ടിരിക്കണം എപ്പോഴും. അപ്പം അതെന്ന് പറയുന്നത് എന്താ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. അപ്പം എന്താ ഈ മിണ്ടിക്കൊണ്ട് ഇങ്ങനെ ഈ കലാലയല്ല, അത് ചിലപ്പം താങ്ങാൻ പറ്റുന്ന അവസ്ഥയാകുമ്പോൾ വേറെ ആളുടെ കൂടെ പോകും. അവന് എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ അവിടെ പോകും. അതിനിപ്പോ എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അതുപോലെ ഓപ്പോസിറ്റും താങ്കൾക്കും അതുപോലെ അവനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ താങ്കൾ. അതെ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? പീസ്, സമാധാനം മാത്രമാണോ? വേറെ ഒന്നില്ല? സമാധാനമാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നത് പിന്നെന്തായിരിക്കും? സമാധാനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട്. വേറെന്താ? വേറെ സെക്സ് നിങ്ങൾക്ക് ഞാൻ പറയണോ? അത് പറയാൻ വേണ്ടി ചോദിച്ചാണോ? അല്ല, ഞാൻ സെക്സോളജിസ്റ്റ് ഒന്നല്ല സെക്സ് എന്ന് ചോദിക്കാനായിട്ട്. പീസ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലൊക്കെയാണ്? അത് പോകുമ്പോൾ വിളിക്കാൻ പാടില്ല, എന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, എന്റെ ഫോൺ തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ എന്റെ ബോയ് ഫ്രണ്ട് ഫോണൊക്കെ എടുത്തൊക്കെ നോക്കുകയൊക്കെ ചെയ്ത സമയത്ത് നേരത്തെ പറഞ്ഞു മുമ്പ് ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റൊരാളുടെ ഫോൺ തൊടുന്നത് ശരിയല്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് എടുത്തൊക്കെ നോക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ മാറ്റി. എന്താ സംശയരോഗം കൊണ്ടാണോ? അത് ഞാൻ പറയട്ടെ, എന്റെ റിലേഷൻഷിപ്പ് കുറെ കൊല്ലമായി. അപ്പം ആദ്യമൊക്കെ ഞാൻ ഫോൺ നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറയുന്നത്? ശരീരം പങ്കിടുകയാണെന്നുണ്ടെങ്കിൽ ഫോണും കൈമാറി അല്ല, അതിപ്പോ അത് അവർക്ക് താല്പര്യമില്ല. അവർക്ക് അവരുടെ ഫോൺ എടുത്ത് നോക്കുന്ന ഇഷ്ടമില്ല. എന്റെ റിലേഷൻഷിപ്പിൽ എന്റെ ഭാര്യയുടെ ഫോണും എന്റെ ഫോണും
രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പാസ്വേഡ് അറിയാം, രണ്ടുപേരും ഫിംഗർ പ്രിന്റും അവിടെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതുകൊണ്ട് എന്താ അത് ചെയ്യണ്ട. ഇപ്പൊ എന്റെ ബോയ് ഫ്രണ്ട് ഞാൻ അവന്റെ ഫോൺ എടുത്ത് നോക്കുന്നത് ഇഷ്ടമില്ല. അപ്പം അല്ല, ഞാൻ പൊതുവായിട്ട് എല്ലാവരും കൂടി ചോദിക്കുകയാണ്, ശരീരം പങ്കിടാം, ഒരുമിച്ച് കിടക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ഫോൺ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈവസി? അതവർക്ക് എനിക്ക് ജനങ്ങൾ കമന്റ് ചെയ്യട്ടെ, എല്ലാരും കൂടിയുള്ള ചോദ്യമാണ്. താങ്കൾക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ഞാൻ ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് നോക്കുമായിരുന്നു, ഇവന് വേറെ വല്ല പെൺപിള്ളേരുമായിട്ട്. താങ്കൾ അത് ശരിയല്ലാന്ന് അത് ശരിയല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ശരിയല്ലാന്ന് പറഞ്ഞു? പിന്നെ ഞാൻ ചെയ്തത് ശരിയില്ല. കാരണം എന്താ വെച്ചാൽ അത് അവന്റെ ഫ്രീഡം അല്ലേ, അത് അവന്റെ ഫ്രീഡം അല്ലേ. അത് അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അതെന്റെ ഫ്രീഡം ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലായി ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന്. അങ്ങനെ ഞാൻ പിന്നെ അത് നിർത്തി. ഇത് കുറെ കൊല്ലം മുമ്പ് നടന്ന കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരാളുടെ ഫോൺ എടുത്തു, അതായത് സ്വന്തം കൂടെ കിടക്കുന്ന ആളുടെ ഫോൺ എടുത്തു നോക്കുന്നത് തെറ്റാണെന്നാണ് താങ്കളും പറയുന്നത്? എനിക്ക് എന്താ കൂടെ കിടക്കുന്ന ആള്, അപ്പൊ താങ്കൾ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഒരു ബെഡ് ഷെയർ ചെയ്യുന്ന ഇപ്പൊ എന്റെ ഫോൺ എടുത്ത് നോക്കി കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ഫോൺ വേണേ നിനക്ക് വേണേലും ഇപ്പൊ എടുത്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പം എന്റെ ഫോണിനകത്ത് അങ്ങനത്തെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമില്ലല്ലോ. അല്ല, അവൻ ഇപ്പം പുള്ളിക്ക് താല്പര്യം ഉണ്ടാവില്ല ഫോൺ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. അത് പുള്ളിയുടെ ചോയ്സ് അല്ലേ. ഇപ്പൊ എനിക്ക് എന്റെ ഫോണ് ആരും നോക്കുന്നോണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്റെ ഫോണിനകത്തൊന്നും ഇല്ല. അപ്പൊ അതാണ് എന്റെ ചോദ്യം, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളില്ലെങ്കിൽ നമുക്ക് ഫോൺ കൈമാറിക്കൂടെ എന്നാണ് എന്റെ ചോദ്യം. അല്ല, അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാണും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യണമായിരിക്കാം. അപ്പൊ അതിന് ഇപ്പോഴേ നമ്മളെ തയ്യാറെടുപ്പിക്കുന്നതായിരിക്കാം. കമ്മിറ്റഡ് അല്ലാത്ത ലൈഫിൽ നമുക്ക് അവരെ ഫ്രീഡത്തിൽ നമുക്ക് കൈയേറേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞു അച്ഛനില്ലാത്തതിന്റെ ഒരു കുറവ് ലൈഫിലുണ്ടായിരുന്നു. കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി അതിന്റെ റിവ്യൂ പറഞ്ഞത് തന്നെ എന്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്ന അഭിമാനത്തോട് നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ ഇമോഷൻ നീ പറഞ്ഞു നിന്റെ അച്ഛൻ സൂപ്പർ, നിന്റെ അച്ഛൻ ആ ഒരു ഇമോഷൻ. പക്ഷെ അത് വളരെയധികം നെഗറ്റീവും അതിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അത് ഞാൻ ഗദ്ദാഫിയുടെ ഇന്റർവ്യൂ കറക്റ്റ് ആയിട്ട് എന്താ പറയാ, കറക്റ്റ് ഇമോഷൻ പിടിച്ച് അത് ഓരോ സ്പേസിലാണല്ലോ അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ലൈഫിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് നടന്നെന്ന് വിചാരിക്കട്ടെ. ഞാൻ പണ്ടോട്ടേ പറഞ്ഞിട്ടുണ്ട് തന്തേനെ ഇങ്ങനെ കുറെ കുറ്റം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്, ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ യൂസ് ചെയ്യാൻ ത്രോ, അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് താങ്കൾ പറഞ്ഞു. അപ്പൊ താങ്കൾ അച്ഛൻ അതല്ലേ ചെയ്തിട്ടുള്ളത്? അല്ല, അവര് അതൊക്കെ അത് ഇതല്ലേ, കല്യാണം അല്ലേ, കമ്മിറ്റഡ് കല്യാണം അല്ലേ, ഒരു കല്യാണം കഴിച്ച റിലേഷൻഷിപ്പ് ആണല്ലോ. അത് അയാൾ വരുന്ന എങ്ങനെയാന്ന് വെച്ചിട്ട് അയാളുടെ സ്ട്രാറ്റജി ഇല്ല, അയാളുടെ സ്ട്രാറ്റജി അതുകൊണ്ട് ഞാൻ പറയാം. അതായത് അമ്മയും മകളും മാത്രമുള്ള വീടുകളിൽ പോകും, എന്നിട്ട് അവിടെ എത്തി നിൽക്കാന്ന് പറയും. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇതുപോലത്തെ അവിടുത്തെ സ്വർണവും പൈസയും സ്വത്തും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അത് സീരിയസ് ആയിട്ട് ചെയ്യും. അങ്ങനെ 20ഓളം സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു 5-5 ക്ലാസ്സിലൊക്കെ 3-4 പഠിക്കുമ്പോഴല്ലേ എന്റെ അമ്മേനെ കാണുന്നത്. എന്റെ അമ്മ ഇങ്ങനെ സ്ട്രോങ് ആയി വന്നത് ഇത്തരം എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടാണ്. അപ്പം അത് 95 കാലഘട്ടത്തിലാണ്, 30 കൊല്ലം മുന്നെയാണ്. അപ്പം പ്രോപ്പറായിട്ട് എല്ലാവരും അറിഞ്ഞു നടത്തിയ ഒരു കല്യാണമാണ്. അപ്പൊ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അയാൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ഒരു അമ്മ മാത്രമല്ല, രോഗിയായ ഒരു അമ്മ, ആ അമ്മേനെ നോക്കാൻ മകൾക്ക് കൂടെ നിന്നേ മതിയാവത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മളുടെ അന്ന് കുറച്ചുകൂടെ സമൂഹം കുറച്ചുകൂടെ കൺജസ്റ്റഡാ. അപ്പം എന്താ പറയാ, ഒരു പുരുഷൻ എന്ന് പറയാൻ അവിടെ തുണയായിട്ട് ആക്ട് ചെയ്യുന്ന അന്നത്തെ കാലത്ത്. അപ്പം ആ തുണയെന്ന് പറഞ്ഞ് വന്ന് അവരുടെ വൾണറബിലിറ്റീനെ ചൂഷണം ചെയ്യുവാണ്. ഇതേപോലെ തന്നെയാണ് വേറെ സിറ്റുവേഷൻ. ഞാൻ വേറെ സെയിം, അതായത് എന്നെ പണ്ട് നോക്കുന്ന ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ആ സ്ത്രീയെയും സെയിം എൻ്റെ അച്ഛനാണ് കല്യാണം കഴിച്ചത്. അവരുടെ കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾക്കുണ്ടായ കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ ഈ സെയിം ആ പെണ്ണും ആ പെണ്ണിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വൾണറബിലിറ്റീനെ ചൂസ് ചെയ്യുന്ന ഒരു ക്രൈം അല്ലേ അത്. എന്നിട്ട് അവിടെ പൈസ സ്വത്ത് അമ്മ ഇന്നലെ എന്നെ വിളിച്ചപ്പം പറഞ്ഞു, അതായത് പുള്ളി നമ്മുടെ വീടിന് അടുത്തുള്ള ഒരാളുടെ അടുത്ത് നമ്മുടെ വീടിന് അടുത്തൊരു ഒരു സാറുണ്ട്, കുറച്ച് ദൂരെ മാറി, ഒരു 1 കിലോമീറ്റർ മാറി ഒരു സാറുണ്ട്. ആ സാറുമായിട്ട് എൻ്റെ അച്ഛൻ്റെ അയാൾക്ക് ചായ അടിക്കുന്നോ അങ്ങനെ എന്തോ ജോലിയായിരുന്നു ആ സമയത്ത് നമ്മുടെ നാട്ടിൽ വള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം അയാൾക്കായിട്ട് ഈ ചായക്കട വരുന്ന ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ സാറുമായിട്ട് പുള്ളിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇയാള് ഏതോ ഒരാളെ കൊണ്ട് ഇങ്ങനെ വേറെ ഏതോ ഒരാൾ വന്ന് ഈ സാറിനോട് ചോദിച്ചു, അതായത് ഇങ്ങനെ പറഞ്ഞത്, ഞാനിപ്പം ഗൾഫിൽ പോയി കുറേ പൈസയൊക്കെ ഉണ്ടാക്കി കുറേ സമ്പാദിച്ചൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ സ്വഭാവമൊക്കെ മാറ്റി എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി സമ്മതിക്കണം, എൻ്റെ പൈസയല്ല ഇനി അവക്കുള്ളതാ, അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഈ സാറിനോട് പറഞ്ഞു ഒരാൾ വന്നിട്ട്. എന്നിട്ട് സാർ എന്ത് ചെയ്തു, എൻ്റെ അമ്മേനെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു 2 കൊല്ലം മുന്നേ. 2 കൊല്ലം പറഞ്ഞ അമ്മ ഇപ്പോഴും എന്നോട് പറയുന്നത്. അങ്ങനെ അമ്മയോട് ഒന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അയാളുടെ പൈസ വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, എനിക്ക് അയാളെ കാണുക പോലും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അമ്മ പിന്നെ ആ സാറിനോട് പറഞ്ഞു. അങ്ങനെ സാർ പിന്നെ അവരോട് പറഞ്ഞു. അങ്ങനെ അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ്
പക്ഷെ അങ്ങനെയാണെങ്കിൽ ആൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസൊക്കെ ഓൾറെഡി ഉള്ളതാ. പക്ഷെ അന്നത്തെ കാലത്ത് ആ കേസൊക്കെ എന്താ, എൻ്റെ അമ്മ അന്നത്തെ കാലത്ത് കുറേ ആളുകൾക്ക് ഒരുമിച്ച് കേസ് കൊടുത്താ. ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ മന്ത്രിമാർക്ക്, കളക്ടറിന്, അങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇയാള് കല്യാണം കഴിച്ച ഈ വിവാഹ തട്ടിലിപ്പ് അതിൽ ആദ്യമായിട്ട് കേസ് കൊടുത്ത എൻ്റെ അമ്മയാ. ലീഗൽ എന്ന് പറഞ്ഞാൽ ഇത് അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ലീഗല് ഇങ്ങനെ രജിസ്റ്റർ ഒന്നുമില്ല, അമ്പലത്തിൽ വെച്ചിട്ടാണ്. അയാള് വേറൊരാളെ കല്യാണം കഴിച്ചതിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ എന്റെ വീട്ടിലൊരു നമ്മൾ ബുക്കിനകത്താണ് പണ്ട് ഇങ്ങനെ വെക്കുന്നത് ഫോട്ടോ. ആ ബുക്കിനകത്തുണ്ട് ഒരു നീല സാരി കൊടുത്ത് ഒരു പെണ്ണിന്റെ കൂടെ അയാളെ നിൽക്കുന്നത്. പക്ഷെ അയാളുടെ മുഖം ബ്ലറായി ഇപ്പൊ ഇങ്ങനെ. അതുകൊണ്ട് എനിക്കത് സന്തോഷം, എനിക്ക് അയാളെ കാണേണ്ടി വന്നിട്ടില്ലല്ലോ. പിന്നെ അത് നിങ്ങൾ അതിന് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ തന്നെ അതിനെ യൂസ് ചെയ്ത് അതിന് എതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ എന്തിനാ അയാളുടെ പുറകെ പോകുന്നത്? അയാളുടെ എന്റെ ജീവിതത്തില് ജനനം നല്ലാതെ വേറൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ അയാളുടെ പുറകെ? എനിക്ക് തലവേദന, എനിക്കതൊന്നും നോക്കാൻ ഇഷ്ടം, എനിക്ക് അയാളെ കാണുമോ ഒന്നും വേണം. ഞാനിപ്പോ ഇതിന്റെ പുറകെ പോയിട്ട് ഞാൻ അയാളെ എന്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഞാൻ മരിക്കുന്നവരെ അയാളുടെ തിരുമുഖം തന്ന് കാണാൻ വേണ്ടി പറ്റരുത്. എനിക്കത് മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതായത് എൻ്റെ അമ്മ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ആളാണേ, അപ്പം ഞാൻ കുറച്ച് അത്രയും ബ്ലാക്ക് അല്ല, അമ്മയുടെ അത്രയും ബ്ലാക്ക് അല്ല. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മറ്റേ ഇവളെ അച്ഛനെ പോലെ തന്നെ ഇവള് കാണാൻ വേണ്ടിയിരിക്കുന്നത്, അതേ കളർ, അതുകൊണ്ടാണ് ഇത്ര കളർ വന്നത്. എനിക്ക് അത് പറഞ്ഞ് തന്നെ ഭയങ്കര എനിക്ക് കലിയായിപ്പോയി. ഞാൻ കുറേ അവരിരുന്ന് അവരോട് പറഞ്ഞു, എനിക്ക് അയാളുടെ ഒന്നും വേണ്ട, എനിക്ക് ഇഷ്ടമില്ല അയാളുടെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് അയാളെ ഇഷ്ടമില്ല. കാരണം എൻ്റെ അമ്മേനെ മാത്രമല്ല, ഒത്തിരി പെണ്ണുങ്ങളെ ഇങ്ങനെ അയാൾ എന്താ പറയുക, പെണ്ണുങ്ങളെ പോയി കല്യാണം കഴിച്ച് അവിടെ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയിട്ട് അവരുടെ ആ സ്ത്രീകൾ പിന്നെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ആ കുട്ടീനെ വളർത്താൻ. എൻ്റെ അമ്മ അത്ര സ്ട്രഗിൾ ചെയ്തത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് അയാളോട് ഒരു താല്പര്യമില്ല. ഇപ്പൊ താങ്കൾക്ക് ഒരു കുട്ടി, അങ്ങനെ ഒരു പാരന്റിങ് ലൈഫിനോട് താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഇല്ല, എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വിചാരിക്കും, ഇങ്ങനെ എന്താ പറയുക, നമുക്കായിട്ട് സ്വന്തമായിട്ട് ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ദത്തെടുക്കാം അങ്ങനെയൊക്കെ. പക്ഷെ ദത്തെടുക്കാനൊക്കെ കുറേ നമ്മുടെ കൈ കുറഞ്ഞ സാമ്പത്തികം അങ്ങനെയൊക്കെ വേണം. ഞാൻ അതിനെപ്പറ്റി ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. അപ്പം നമുക്ക് ഇത്ര അസറ്റ് വേണം, ആ കുട്ടിക്ക് ഒരു സുരക്ഷിതമായ ഭാവി ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യണം, എന്നാലൊക്കെ ദത്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു സ്ത്രീനെ സംബന്ധിച്ചോളം ഒരു മദർഹുഡ് അല്ലെങ്കിൽ ഒരു അമ്മയാവാന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ആ സ്ത്രീന് ലൈഫിൽ. അതാവാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഞാൻ അമ്മയായ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ജാസിയുടെ കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ജെൻഡർക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല, ഒരു ട്രാൻസ് വുമൺ ആയി കഴിഞ്ഞാൽ. പക്ഷെ അമ്മയായി, എനിക്കത് ഞാനിപ്പോൾ പ്രസവിക്കും, ഞാനിപ്പോൾ സർജറി ചെയ്തു, അങ്ങനെ ഒരുപാട് നുണ പറയുന്നു. അപ്പോൾ താങ്കളെ സംബന്ധിച്ചോളം ഒരു കുട്ടീനെ എന്താ പറയുക, എന്താ പറയാ വാക്ക്, അത് കറക്റ്റ് ആയിട്ടുള്ള വാക്ക് അതല്ലെങ്കിലും അങ്ങനെ അത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള റീസൺ എന്താണ്? റീസൺ എനിക്കൊന്നാമത്തെ കാര്യം, ഞാൻ ഫ്രീഡത്തിന് കുറച്ച് വില കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡത്തിന് അതൊരു ബേർഡനാണ്. ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ്, നമ്മളൊരു കുട്ടീനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ എക്കണോമിക് ബാക്കപ്പും, അവർക്ക് വേണ്ട ഒരു സുരക്ഷിതമായ സമൂഹവും, ഒരു നല്ല ലോകത്തിലേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു നല്ല ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഞാൻ എന്തിനു ഈ ലോകത്ത് ജനിച്ചു, എനിക്ക് ജനിക്കണ്ടായിരുന്നു, എന്തിനാ ജനിച്ചേ, ഞാൻ ഈ ലോകത്ത് ഒട്ടും ആപ്റ്റ് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ലോകത്ത് ആപ്റ്റ് അല്ല. അപ്പം ഞാൻ ഒരു കുട്ടീനെ ഉണ്ടാക്കുവാണെങ്കിൽ ആ ഒരു ബേർഡനെ കൂടെ എനിക്കൊരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഇഷ്ടം. ഞാൻ എൻ്റെ അമ്മയോട് ഈ ഇടയ്ക്ക് കൂടെ ചോദിച്ചു, അമ്മ എന്തിനാ കല്യാണം കഴിച്ചേ, എന്നാൽ ഞാൻ ഉണ്ടാവൂലായിരുന്നല്ലോ. അപ്പം അമ്മയോട് പറഞ്ഞു, നമുക്ക് അന്നത്തെ കാലത്ത് ഇതൊന്നും അറിയത്തില്ലല്ലോ, കല്യാണം അതൊക്കെയല്ലേ എല്ലാവരും പറയുന്നത്, അപ്പം അങ്ങനെ പോയി കല്യാണം കഴിച്ചതാന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ്. ഈ സുരക്ഷിതമല്ലാത്ത ലോകത്ത് ഒരു മനുഷ്യ ജീവിനെ കൊണ്ടുവന്ന് അവരെ ഞാനായിട്ട് പീഡിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു എനിക്ക് നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആ ബോയ് ഫ്രണ്ട് വന്നപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ക്യാരക്ടറും ഇവൻ്റെ ക്യാരക്ടറും കൂടെ കൂടിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടൊരു കുട്ടി ഉണ്ടായി നല്ലതായിരിക്കില്ലേ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിന് ആ കുട്ടി നല്ല ക്യാരക്ടറായിട്ട് വന്നിട്ട് വീണ്ടും ഈ വൃത്തികെട്ട ലോകത്തല്ലേ താമസിക്കുന്നത്. ഒരു പ്രോ ആക്ടിവിസ്റ്റിനെ കൂടെ കിട്ടിയേ അങ്ങനെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. പക്ഷെ അവർ സ്ട്രഗിൾ ചെയ്യണ്ടേ. ഒരു ആക്ടിവിസ്റ്റിന്റെ ജീവിതം എന്ന് പറയുന്നത് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ, കരച്ചിൽ നിറഞ്ഞ, ആരും കാണാതൊക്കെ കരയുന്ന ജീവിതമല്ലേ. അങ്ങനെ ഒരു ആക്ടിവിസ്റ്റ്, താങ്കൾ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ വരെ കരഞ്ഞു പോയി. ഞാനിപ്പോ ഭയങ്കര കരച്ചിലാണ്. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഒരു ആക്ടിവിസ്റ്റ് നല്ലതിന് വേണ്ടി പ്രയത്നിച്ചിട്ട് എനിക്ക് വളരെ ബാഡ് എക്സ്പീരിയൻസ് തന്നെ. അതെന്റെ ഇപ്പോഴത്തെ ഈ ഇഷ്യൂ തന്നെ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഒരാളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കരുത്. സൈബർ ബുള്ളിങ് കാരണമാണ് ഒരാൾ മരിച്ചെന്ന് പറയുന്നു. അതിന്റെ
അതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത് വേറൊരാളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് എനിക്ക് സൈബർ ബുള്ളിങ് കിട്ടി, ഞാൻ കുറേ അങ്ങോട്ട്. പിന്നെ എല്ലാവരും എന്നെ ഈ ഭയങ്കര വൃത്തികെട്ടവളായിട്ടല്ല ചിത്രീകരിക്കുന്നത്. ഞാൻ ഭയങ്കര കരച്ചിലൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആരെ കണ്ടാലും ആര് കെട്ടിപ്പിടിച്ചാലും ഇപ്പൊ കരയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഭയങ്കര എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഹേർട്ടായി. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ? ഈ സൈബർ ബുള്ളിങ് ആയാലും മറ്റുള്ളവരിൽ നിന്നൊരു ഈ ഒരു ബാഡ് ഇമേജ് മാറ്റാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബാഡ് ഇമേജ് അതിപ്പോ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അത് ആൾക്കാർ പെർസീവ് ചെയ്യുന്ന അങ്ങനെയല്ലേ, നമ്മളെ ബാഡ് പേഴ്സൺ ആയിട്ടല്ലേ. നമ്മളെ നേരിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളിങ്ങനെ ഒരു ക്യാരക്ടറാണ്, നമ്മൾ പാവമാണ് ഒക്കെ അറിയാം. പക്ഷെ നമ്മളെ നാട്ടുകാർക്ക് അറിയത്തില്ലോ. അവർ സോഷ്യൽ മീഡിയ വഴിയല്ലേ, പ്രത്യേകിച്ച് എൻ്റെ ടോണ്, ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി ടോണിലല്ലേ ഞാൻ ഒരു സംസാരിക്കുന്നേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ അവർ ക്യാരക്ടർ അങ്ങനെ, അതായത് സമൂഹത്തിൽ ഈ സോഫ്റ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യുന്ന ചിൽ സൗണ്ട് ഉള്ള അങ്ങനത്തെ ഉള്ള പെണ്ണുങ്ങൾക്ക് ഒരു നല്ല ഇമേജ് ഉണ്ട്. എനിക്ക് കഷ്ടകാലം കൊണ്ട് അതൊന്നും കിട്ടിയില്ല. നമ്മുടെ രേണുസുതി ഉണ്ടല്ലോ, രേണുസുതി ഭയങ്കര നെഗറ്റീവിന്റെ അങ്ങേറ്റായിരുന്നു. ഒരുപക്ഷെ ശ്രീലക്ഷ്മിയെക്കാളും ഭയങ്കര എയറിലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയപ്പോ ഇപ്പൊ വലിയൊരു നന്മമാരായി, ആൾക്കാർ വളരെയധികം പോസിറ്റീവ് ഇങ്ങനെ ഇങ്ങനെ തൂകിയാണ് പുറത്തു പോയി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലിന് ബിഗ് ബോസ് അടുത്ത സീസൺ 8 വിളിക്കുകയാണെങ്കിൽ പോകുമോ ഇല്ലയോ? അതെനിക്ക് ഇപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം ബിഗ് ബോസ് വിളിക്കാറുണ്ട്, ഏകദേശം എല്ലാ പ്രാവശ്യം വിളിക്കാറുണ്ട്. ഞാൻ ഓഡീഷനും പോയിട്ടുണ്ട്, അവിടെ ഫൈനൽ അവിടെ എല്ലായിടത്തും ഓഡീഷനും ഒക്കെ പോയിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം ഓഡീഷൻ വിളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പണിയിലായിരിക്കും. ഒരു പ്രാവശ്യം B.Ed 4th സെമ്മിലായിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം M.Ed സെമ്മായിരുന്നു. അത് പിന്നെ അഖിൽമാരാന്റെ സീസണിൽ വൈൽഡ് കാർഡ് ആയിട്ട് വിളിച്ചു. പിന്നെ അഖിൽമാരും ജാസ്മിന് വേറെ സീസൺ അല്ലേ, ജാസ്മിന്റെ സീസണിൽ ഫൈനൽ ഓഡീഷൻ വരെ പോയി. എന്നിട്ടൊന്നും അത് ചില സമയത്ത് ഞാൻ എഡ്യൂക്കേഷൻ പരമായിട്ട് എൻഗേജ് ആയിരിക്കും, ചില സമയത്ത് ഈ ജാസ്മിന്റെ സീസണിൽ എന്നെ വിളിക്കാൻ തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബിഗ് ബോസിൽ അങ്ങോട്ട് ട്രൈ ചെയ്യണം. നമ്മൾ ഓഡീഷൻ വിളിച്ചത് ഞാൻ അവിടെ പോയാലും പറയുന്നത് നിങ്ങൾക്ക് എന്നെ വേണം, നിങ്ങൾ എടുക്കുക, ഞാൻ അങ്ങോട്ടേക്ക് ട്രൈ ചെയ്യത്തില്ല. അതാണ്, അതായത് എനിക്ക് വലിയൊരു എന്താ പറയുക ടാർഗറ്റ് അല്ല എനിക്ക് ബിഗ് ബോസ്. എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? മുമ്പ് കുറെ കമ്മിറ്റ്മെന്റും കുറെ കാര്യങ്ങളും ഉണ്ട്, പോകാൻ പറ്റിയില്ല. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് എന്റെ സ്റ്റുഡൻസ് ഉണ്ട്, ട്യൂഷൻ സ്റ്റുഡൻറ്. കാരണം നമ്മളെ വിശ്വസിച്ചാണ് അവർ തരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം മാർച്ചിൽ ഇപ്പം ബിഗ് ബോസ് ആണെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് ഇത് ടൈം അനുസരിച്ച് ഇപ്പം ഞാൻ അടുത്ത പകുതി ആണെങ്കിൽ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പം എനിക്ക് ആ ട്യൂഷൻ എല്ലാം എന്ത് ചെയ്യണം, വേറെ ആൾക്കാരെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് നമ്മൾ അന്നേരം തീരുമാനിക്കുള്ളൂ പോവോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം. സീസൺ 8 ഒരു വെക്കേഷൻ ടൈമിലാണ് വെക്കുന്നെങ്കിൽ താങ്കൾ വിളിച്ചാൽ താങ്കൾ പോകും? വെക്കേഷൻ ടൈമിലാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പോവായിരിക്കും, മിക്കവാറും പോവായിരിക്കും. പോയിട്ട് എന്താണ് താങ്കളുടെ ഒരു അജണ്ട? എനിക്ക് അങ്ങനെ അജണ്ട ഒന്നുമില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ ഇന്റർവ്യൂ വരുമ്പോൾ എന്തെങ്കിലും അജണ്ടയും കൊണ്ടാണോ വന്നേ? ഞാൻ ട്യൂഷൻ എടുത്ത് വേഗം ഇങ്ങോട്ടേക്ക്. താങ്കൾക്ക് ഒരു പ്ലാറ്റ്ഫോം. ഒന്നാമത്തെ കാര്യമില്ലേ, എനിക്ക് ബിഗ് ബോസിൽ പോകണം, എനിക്ക് അങ്ങനെ ഒന്നും താല്പര്യമില്ല. മനസ്സിലായോ? ഇപ്പൊ എന്നെ വിളിച്ചാൽ ഞാൻ പോവും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ തേച്ച് കളിപ്പിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ. അത് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ലെസ്ബിയൻ കപ്പിൾസ് ആയവരും ഒക്കെ തെളിയിച്ചതും. അത് രേണുസുതി അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ഒരു നല്ലൊരു ഇമേജ് കൊണ്ടുവന്നു. അറ്റ് ദ സെയിം ടൈം ലക്ഷ്മി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഈ ലെസ്ബിയൻ LGBTQ-നെതിരെ ഒപ്പോസ് ചെയ്തു. അവരും എയറിലായി, അവർ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയും. അപ്പൊ താങ്കൾ ബിഗ് ബോസ് സീസൺ 8 പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് എന്താണ് കൂടുതലായിട്ടും പറയാനുള്ള ഒരു ടോപ്പിക്? എന്തായിരിക്കും താങ്കളോട്? എനിക്കത് ഒന്നാമത്തെ കാര്യം, ഓരോ ഷോ ഓരോ ആൾക്കാർ ഡിസൈൻ ചെയ്യുന്നല്ലേ. ഇപ്പൊ ജാസ്മിന്റെ സീസണിൽ എന്നെ എടുക്കാത്തത് എന്നോട് വേറൊരാൾ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടറിന് പറ്റിയ ആ ഒരു ഡിസൈൻ അല്ലായിരുന്നു ഈ പ്രാവശ്യം ഷോയ്ക്ക് എന്നാണ് എന്നോട് പറഞ്ഞ ഒരാൾ. അപ്പൊ അതുപോലെ അവരെന്താണോ ഡിസൈൻ ചെയ്യുന്നത്, ഇപ്പൊ ഓരോ സീസണിൽ ഡിസൈൻ ചെയ്യുന്നതൊക്കെ അവരിഷ്ടം, ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. എനിക്കങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ല, എനിക്ക് ഒരു കാര്യത്തെ പറ്റിയും പ്ലാനിങ് ഒന്നും ഇല്ല. എന്റെ ജീവിതത്തെ പറ്റി പ്ലാനിങ്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാം, അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നു, അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നു, അത്രേ ഉള്ളൂ. ചോദിക്കുക ഉത്തരം ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ബിഗ് ബോസിൽ പോകുന്നു. ഇനി ഞാൻ അതാ ബിഗ് ബോസിൽ പോയെന്ന് വിചാരിച്ചു, ഇനി ഞാൻ അവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചില്ലെന്ന് വിചാരിച്ചു, ഇനി അത് പ്രശ്നമാവൂലേ? അവൾ അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. സംസാരിക്കേണ്ട. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും സമൂഹത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെയായിരിക്കും? ഞാൻ ഒന്നും കൊടുക്കൂല. ഞാൻ അതേപോലെ എനിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകണമെങ്കിൽ ഇപ്പൊ എന്നെ ഇത്രയും കൊല്ലം സീസണിൽ വിളിച്ചില്ലേ, അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് അപ്രോച്ച്, എന്നോട് എല്ലാവരും പറയും, എന്റെ കൂട്ടുകാരെല്ലാം പറയും, നീ അങ്ങോട്ട് പോകും അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത് കിട്ടത്തില്ലെന്ന്. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് വിളിച്ചാ പോവാണേ പോവുക, അല്ലാതെ അതിനു വേണ്ടി അങ്ങനെ. ഒന്നാമത് എനിക്കെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം മാറി നിൽക്കണം, പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് അങ്ങനെയൊക്കെ. ₹1 കോടി കിട്ടും, പൈസ കിട്ടണമെന്നല്ല കേട്ടോ. പോവാണെങ്കിൽ ഞാൻ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയേ പോകത്തുള്ളൂ.
പോവുകയാണെങ്കിൽ ഞാൻ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി പോകത്തുള്ളൂ. ഓക്കെ, എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതെനിക്കറിയത്തില്ല, അതൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കാം. ഒരു ദിവസം ഇപ്പൊ 100 ദിവസം നമ്മൾ എല്ലാ കാര്യങ്ങളും വിട്ടു പോകുമ്പോൾ പെർ ഡേ വെച്ചിട്ടാണ് അവിടെ ബേജ് വരുന്നത്. ഒരു ദിവസം എത്ര രൂപ കിട്ടിയാലാണ് പോകാൻ സാധ്യത? അതിപ്പോ നമ്മളെ വിളിക്കുവാണെങ്കിൽ നമ്മളെ ബാക്കിയുള്ള അങ്ങനെയല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരോട് ഞാൻ ചോദിക്കാണ്. ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ ഞാൻ ബിഗ് ബോസ് ആണ്, താങ്കൾ വിളിക്കുന്നത് ശ്രീലക്ഷ്മി അടുത്ത സീസണിൽ വരണം, ദിവസം ഒരു 1000 രൂപ തരാന്ന് പറഞ്ഞാൽ താങ്കൾ പോകും? ഞാൻ പോകില്ല, എനിക്ക് അതിനേക്കാളും പുറത്ത് ട്യൂഷൻ എടുത്താൽ കിട്ടൂലേ. അപ്പൊ അത് ഞാൻ ചോദിച്ചത് എത്രയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അങ്ങനെ അത് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ഒരു ദിവസം ട്യൂഷൻ 50,000 രൂപ. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, അത്ര വലിയ ആളൊന്നുമല്ല. ഓക്കെ, എനിക്കറിയത്തില്ല. ഇപ്പൊ നമ്മുടെ കൂടെ ബിഗ് ബോസിൽ പോയ കുറെ പ്രീവിയസ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഒക്കെ നമ്മുടെ കുറെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിക്കും, എടി ഇതെന്തുവാ സംഭവം, ഇതെങ്ങനെയാന്നൊക്കെ ചോദിച്ച് അവരുടെ പേയ്മെന്റ് ഒക്കെ എത്രയാന്നൊക്കെ ചോദിച്ച് അതിനനുസരിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ഏകദേശം ഒരു 10,000 രൂപ പെർ ഡേ കിട്ടിയാലും കുഴപ്പമില്ല. 10,000 രൂപ കിട്ടിയാൽ എനിക്ക്, കാരണം ഞാനിപ്പോ ട്യൂഷൻ എടുത്ത ഒരു ദിവസം കൊണ്ട് എന്തായാലും 10,000 രൂപ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു 10,000 കിട്ടിയാൽ മതി, വിളിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഫൈൻ. 100 ദിവസം നിന്ന് ആ ഒരു 1 crore അടിച്ച് വരട്ടെ. എന്നാ ഞാൻ വീടൊക്കെ വെക്കും. അതെ, എനിക്ക് അഭിമാനത്തോടെ പറയാം, ഞാൻ ബിഗ് ബോസ് ഫീമായ. അങ്ങനെ നടക്കൂല. ഞാനിനി ബിഗ് ബോസിൽ പോയാലും എന്നെ ഇവിടെ നെഗറ്റീവ് ഇമേജ് ഉള്ളതുകൊണ്ട് ആൾക്കാരെ വേഗം തന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടോളൂ. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് നല്ലതുകൊണ്ട് പൊട്ടയുണ്ട്, പക്ഷെ ഈ നല്ലതിന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ടല്ലോ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. പക്ഷെ ഒരാള് കാരണം ഇപ്പൊ ഒരു പുരുഷൻ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സകല പുരുഷന്മാരും പൊട്ട എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഇപ്പോഴത്തെ അപ്കമിങ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാസിയാണ്. ജാസിയുടെ വീഡിയോസ് കാണാൻ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, ആ ഫ്രണ്ട് ആരെന്ന് പറയുന്നില്ല, ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഒക്കെ അടുത്ത് പഴകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്താണ് ഈ ജാസി ശരിക്കും എന്ന് ചോദിച്ചു, പറഞ്ഞു അത് ഫെയിം ആഗ്രഹിച്ചിട്ടാന്ന് പറഞ്ഞു. അതാണ് അവരെന്നോട് പറഞ്ഞേ, അത് ഫെയിം ആഗ്രഹിച്ചിട്ടാണ് പുള്ളിക്കാരിന്ന്, അത്രയാണ് പറഞ്ഞത്. പക്ഷെ ആ ഫെയിം ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും പറയുന്നത് മറ്റുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ കൂടി ബാധിക്കുന്നില്ല എന്ന് എപ്പോഴും ചിന്തിക്കാം. ഞാൻ അവരുടെ വീഡിയോ ഒന്നും അങ്ങനെ കാണാറില്ല. ഞാൻ ആസിഫ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ റിയാക്ട് ചെയ്യുന്നത്, അവന്റെ വീഡിയോ കാണും. അതിന്റെ വീഡിയോ ചിലതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ചിലതൊക്കെ ഭയങ്കര കടന്ന കൈയായി പോയില്ലേ. എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവൻ ചിലതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇതായിട്ട് ഇത്ര വേണ്ട. എല്ലാവരും ഈ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ചില ആൾക്ക് ഇപ്പോൾ അലിൻ ജോസ് പെരേര ആണെങ്കിൽ പൊട്ടത്തരങ്ങൾ കാണിച്ചും, ജാസി ആണെങ്കിൽ നുണ പറഞ്ഞും, 32 ലക്ഷത്തിന് വെച്ച് 3 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന പണ്ടത്രങ്ങള് സർജറി ചെയ്തെന്ന് പറയുന്നു, ഞാൻ പ്രസവിക്കാൻ പോവാന്ന് പറയുന്നു. അതെനിക്കും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ അത് ഇവള് മാത്രല്ല, ഇതിനു മുമ്പ് ഞാൻ നിവേദ ആന്റണി എന്ന് പറയുന്നത് അവളുടെ പേരെന്തോ ഇപ്പൊ മാറ്റി, സോറി ഞാൻ പതിര് പറഞ്ഞോണ്ട് എനിക്ക് പുതിയ പേര് അറിയത്തില്ല, നിവിയോ അങ്ങനെ എന്തോ. പക്ഷെ അത് അവൾ ഇങ്ങനെ ഞാൻ പ്രസവിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നല്ലോ. അവര് എന്റെ ഫ്രണ്ട് കേട്ടോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യും. അങ്ങനെ ഫെയിം ആഗ്രഹിക്കുന്ന ഒരു പക്ഷം ഒരു ആൾക്കാർ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ താങ്കളും ഇതുപോലെ തന്നെ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് പറയുന്നതെന്നും ഓരോന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിപ്പോ നാളെ ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഫെയിമിന് വേണ്ടിയാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ജാസിനെ പറ്റി. ഇപ്പൊ വേറൊരാളോ എന്നെ പറ്റി ചോദിക്കുകയാണ് ശ്രീലക്ഷ്മി ഇറക്കൽ എന്താ ആരോടും ചോദിച്ചാൽ അത് ഫെയിമിനെ പറ്റി എന്ന് പറയുമ്പോൾ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. ഇപ്പൊ ദിലീപിന്റെ കൂടെ മോഹൻലാൽ അഭിനയിച്ചപ്പോ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ ഒരാളാണ്. നാളെ മമ്മൂട്ടിയും അല്ലെങ്കിൽ വേറൊരു ആക്ടർ ദിലീപിന്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ താങ്കൾ അവരെയും കുറ്റം പറയും? കുറ്റം പറയും. എന്തുകൊണ്ട്? എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കുറ്റം പറയും. ഇപ്പൊ നേരത്തെ നമ്മള് കുറച്ചധികം നേരത്തെ സംസാരിച്ച കാര്യം ദിലീപിന്റെ കാര്യങ്ങൾ എനിക്കറിയാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ഇപ്പോഴും പറഞ്ഞു? അത് പറയത്തില്ല. അത് നിങ്ങള് പിന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചിനൊക്കെ പോയി ഇന്റർവ്യൂ ചെയ്യും, അവർക്കൊക്കെയാണല്ലോ കൂടുതലായിട്ട് അറിയാവുന്നേ. താങ്കൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോ നമുക്ക് അത് ഇത്രയൊക്കെ ഉള്ളൂ. മറ്റേ ജഡ്ജി വരുമ്പം മറ്റേ ദിലീപിന്റെ ജഡ്ജി വരുമ്പോൾ ഏറ്റു നിൽക്കുക, അങ്ങനെയൊക്കെ കുറെ കാര്യം. പിന്നെ മെമ്മറി കാർഡിന്റെ പിന്നെ നമുക്കറിയാലോ ഒരു കാര്യം, നമ്മൾ ഇതൊന്നുമല്ല, നമുക്ക് അത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നുമല്ലോ, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളേ. അതായത് ദിലീപ് മെമ്മറി കാർഡും ബാക്കിയുള്ള കാര്യങ്ങളും തെളിവ് നശിപ്പിക്കുന്നത് എന്തിനാ? നശിപ്പിച്ചു. പിന്നെ അതൊന്നും എനിക്ക് പറയണ്ട, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാദമാവും. അത് ഭയങ്കര പറയാനുള്ള കാര്യങ്ങൾ അത് പറഞ്ഞ കോടതി ലക്ഷ്യമായിരിക്കും, കേസാവും. അത് അതുകൊണ്ടാ. കോടതിനെ പേടിയുണ്ട്. പിന്നെ പേടിക്കണ്ടേ? എല്ലാത്തിനും പേടിക്കണ്ടേ? നിയമവ്യവസ്ഥനെ പേടിയില്ല, കോടതിനെ പേടിയുണ്ട്. അത് നിയമവ്യവസ്ഥയുടെ ഒരു ഭാഗമാണല്ലോ കോടതി. കോടതി ലക്ഷ്യമോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാ. ദിലീപ് തെളിവുകൾ നശിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദിലീപും അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അത് ജീവിത പോസ്റ്റ് ഇട്ടല്ലോ, അത് ജീവിത എനിക്ക് സപ്പോർട്ട്, എനിക്ക് നീതി കിട്ടിയെന്ന് പറഞ്ഞാണോ പോസ്റ്റ് ഇട്ടത്? അല്ലല്ലോ, അങ്ങനെയല്ലോ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ എത്ര പ്രതികളെ ശിക്ഷിച്ചു? 6 പ്രതികളെ അങ്ങോട്ട് ശിക്ഷിച്ചില്ലേ? 7 8 അങ്ങോട്ട് ശിക്ഷിച്ചില്ലല്ലോ. അപ്പൊ അവരെ ശിക്ഷിക്കാത്തപ്പോ അതിജീവിതം സ്വന്തമായിട്ടൊന്ന് പറയുകയാണ് നീതി കിട്ടിയില്ലെന്ന്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്തു. അതും നിവിൻ പോളിയുടെ കേസും വിജയ് ബാബുയുടെ ഒക്കെ കേസിൽ മീറ്റുവിനെ അന്ന് വന്നപ്പോഴില്ലേ ഇവര് ഈ രാഹുൽ ഈശ്വരി പറയുന്നുണ്ടല്ലോ, എന്താ
വിജയ് ബാബുവിന്റെ കേസിനെ പറ്റിയൊക്കെ പറഞ്ഞുള്ളൂ. വിജയ് ബാബുവിന്റെ കേസിൽ ആ സമയത്ത് 2021 ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇരിപ്പുണ്ട്. അത് നിങ്ങൾ പോയി ഞാൻ അതിനകത്ത് ഫേക്ക് മീറ്റുവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയരുത് ഇത് ആണുങ്ങൾക്കെതിരെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ആണുങ്ങൾക്കെതിരെ അങ്ങനെ ഞാൻ ഫേക്ക് കേസിനെ പറ്റി അന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദിലീപിന്റെ കാര്യത്തിൽ ചിന്തിച്ചുകൂടെ ഞാൻ ചോദിച്ചു. ഇല്ല അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇപ്പൊ ദിലീപിനെ വേറെ കൂടെ കുറെ പേര് കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ദിലീപ് എന്ന് പറയുമ്പോൾ പക്ക ഒരു ഇതിന് എനിക്ക് ഈ മാനനഷ്ട കേസൊന്നും വരാൻ വയ്യ. എന്റെ പൈസ ഒന്നും ഇല്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാം ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. അതെനിക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കും. ഈ മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ ആക്ടേഴ്സും ഇതുപോലെയാണോ? അങ്ങനെ മലയാള ഇൻഡസ്ട്രി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ട്രാൻസ്ജെൻഡേഴ്സിൽ നല്ലത് മോശം ഉണ്ടെന്ന്. അതുപോലെ മലയാള ഇൻഡസ്ട്രിയിൽ നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ പറയാൻ പറ്റും ഭയങ്കരമായിട്ട്. ഇപ്പൊ ദിലീപിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞല്ലോ. ദിലീപിനെ പറ്റി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് കേസ് അത് നടക്കുന്ന കേസാണല്ലോ. എത്രയോ കാലങ്ങളെ റോഷി ബാലും അതും ഇതൊക്കെ കേസ് വരണേക്കാൾ മുമ്പ് ദിലീപിനോടുള്ള ഒരു ഞാൻ ദിലീപിന്റെ ഭയങ്കര ഫാനായിരുന്നു. ദിലീപിന്റെ കവിയമ്മ അതിന്റെ ഫോട്ടോ എടുത്ത് ആൽബത്തിൽ ഒട്ടിച്ച് വെക്കുക അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ ഈ കേസ് വന്നപ്പോ ആ ഒരു ഫാൻ എല്ലാം പോയി. ഇനിയിപ്പോ സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുമ്പോൾ പണ്ടത്തെ സുരേഷ് ഗോപി അല്ല ഇപ്പോഴത്തെ സുരേഷ് ഗോപി. അദ്ദേഹം BJP ചേർന്നു. BJP കാര്യം പണ്ടും എനിക്ക് സുരേഷ് ഗോപിനെ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് പിന്നെ എന്താ മലയാളം എന്തോ നിങ്ങൾക്കും ആകാൻ കോടീശ്വരൻ അത് കാണുമ്പോൾ എനിക്ക് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയിട്ടൊന്നുമില്ല. ഒരുപാട് പേര് അന്നൊക്കെ സഹായിച്ചിരുന്നു. അതൊക്കെ സഹായം. ഇപ്പം സഹായം എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, ചാരിറ്റി എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറെ ആൾക്കാരെ അറിയാം. ആരും അറിയാതെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരെ അറിഞ്ഞുകൊണ്ട് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരെ അറിയാം. ഇതിന്റെയൊക്കെ ഉദ്ദേശമൊക്കെ എന്താണെന്നും എനിക്കറിയാം. എന്താണ് ഉദ്ദേശം? എന്താ അറിഞ്ഞുകൊണ്ട് ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പബ്ലിസിറ്റി ആണ്. ഇപ്പൊ ഞാൻ അറിയാം അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് കൂടെ അയാൾ ചാരിറ്റി വിത്ത് പ്രൊമോഷൻ അദ്ദേഹം അത് പ്രൊമോഷൻ ഉണ്ടെങ്കിലും ചാരിറ്റി ഉണ്ട്. ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾ ഈ ഇടയ്ക്കും കൂടെ വേറൊരു ആള് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ അറിയാൻ വേണ്ടി അയാൾ അതേ പറഞ്ഞ അയാൾ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കൂടെ അയാളിപ്പോ കുറെ വലിയ ഫ്ലക്സ് ഒക്കെ കാണത്തില്ലേ പുള്ളിയുടെ. അപ്പം ചാരിറ്റി ചെയ്തുകൊണ്ടുള്ള ആ ഒരു വഴിയുള്ള പ്രൊമോഷൻ ബോബി ചെമ്മണ്ണൂരൊക്കെ ചെയ്യൂലേ, ചാരിറ്റി ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊമോഷൻ. അപ്പൊ ഞാനിപ്പം ഈ ഇടയ്ക്ക് തന്നെ കുറെ പേര് 2-3 പേര് പോസ്റ്റ് ഒക്കെ ഇട്ടു. എന്താ എന്നെ അവള് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഫേസ്ബുക്കിൽ എന്നെ പറ്റി കുറെ പേര് പോസ്റ്റ് ഇട്ടു. താങ്കളും ഈ പഠിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ് അന്ന് പത്രത്തിലൊക്കെ വലിയ ന്യൂസ് ഒക്കെ വന്ന ഒരു വ്യക്തിയാണ്. ആളും ചാരിറ്റിയിൽ കൂടിയല്ലേ പഠിച്ചത്? ഞാൻ ചാരിറ്റി എന്റെ ഡിവൈഎഫ്ഐക്കാരൻ സ്പോൺസർ ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ അവർ പൈസ തന്നില്ല. പിന്നെ എന്നെ വേറെ ഗൾഫിൽ നിന്നുള്ള ഒരാള് തന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ തന്നില്ല. കുറച്ച് അതങ്ങനെയാണ് അത് ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി ഒക്കെ സ്പോൺസർ ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ്. കുറച്ച് കാലമൊക്കെ അവർ പൈസ ഒക്കെ തരത്തുള്ളൂ. പിന്നെ ഡിവൈഎഫ്ഐക്കാർ കണ്ടോട്ടെ. അതിനിപ്പോ എന്തോ ഞാൻ എന്റെ ലൈഫിന്റെ ഉള്ള കാര്യമല്ലേ പറയുന്നത്. സത്യമാണ് പറയുന്നത്. ഇപ്പം MSc പഠിക്കുമ്പോൾ അവരെന്നെ സ്പോൺസർ ചെയ്തു. ആദ്യത്തെ കുറച്ച് മാസമൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ ചോദിച്ച് ഇപ്പം വാടക കൊടുക്കാനാണ്. ഇപ്പം നമ്മളിവിടെ പേയിങ് ഗസ്റ്റിന്റെ 4500 രൂപയാണ്. അത് ചോദിക്കുന്നത് 5-ാം തീയതിയാണ് നമുക്ക് കൊടുക്കുന്നത്. നമ്മൾ 5-ാം തീയതി തൊട്ട് ചോദിക്കാൻ തുടങ്ങിയാൽ ചോദിച്ചു നമ്മുടെ എല്ലാ അഭിപ്രായം അത് കഴിഞ്ഞിട്ട് അവസാനം വൈകുന്നേരം അതിന്റെ എല്ലാം വൈകുന്നേരം പോട്ടെ 30-ാം തീയതിയൊക്കെ എനിക്ക് അയച്ചു തരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ അയച്ചു തരാതായി. അങ്ങനെ ഞാൻ എൻ്റെ വേറെ ചേട്ടനോട് പോയി ഇങ്ങനെ വിഷമമൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു. അയാൾ പിന്നെ വേറെ എനിക്ക് ഗൾഫിൽ നിന്നുള്ളൊരു സ്പോൺസറെ ഒപ്പിച്ചു തന്നു. അങ്ങനെ പിന്നെ അയാൾ ആരാണെന്ന് എനിക്കറിയത്തില്ല. രാഷ്ട്രീയ മതത്തിലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. നമുക്ക് രാഷ്ട്രീയമൊക്കെ കൃത്യമായിട്ടുണ്ടാവണം. എല്ലാ സാധനത്തിനകത്തും ഇങ്ങനെ മുതലെടുപ്പും അങ്ങനെ ഇതൊക്കെ. ഇത് ചിലപ്പം എന്താ പറയാ കുറെ ആൾക്കാരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും എനിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ചിലപ്പോൾ അതെന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പം അങ്ങനെയൊക്കെ നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ഇനി വരുന്ന രാഷ്ട്രീയം താങ്കളുടെ രാഷ്ട്രീയം ആരുടെ കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? താങ്കൾ ഞാൻ അംബേദ്കറൈറ്റ് പൊളിറ്റിക്സാ. ഞാൻ അത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത്. അതായത് ഇപ്പം സൗത്തിലൊക്കെ പാരഞ്ജിത്തൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന അങ്ങനെ ഇപ്പൊ വേടനൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ അത് വർക്കൗട്ട് ആവുന്നുണ്ടോ? അതിപ്പോ ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാം വർക്കൗട്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഇല്ലായിരുന്നല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ വന്നേ. അതുപോലെ നമ്മൾ അംബേദ്കറാണ് നമുക്ക് ഭരണഘടന തന്നെ. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനും എനിക്ക് ഈ എഡ്യൂക്കേഷൻ എല്ലാം തന്നെ അംബേദ്കറാണ്. അപ്പൊ അങ്ങനെ ഒരു മോട്ടീവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പൊ 2020 എന്ന് പറഞ്ഞ പാർട്ടി വന്നു അല്ല അങ്ങനത്തെ പാർട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ആക്ടിവിസ്റ്റുകളെ നിങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാനായിട്ട് രാഷ്ട്രീയം ഉപയോഗിച്ചുകൂടെ? അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ രാഷ്ട്രീയം ഉപയോഗിച്ചാൽ എന്നറിയോ, ഇപ്പം ഞാൻ അങ്ങനെ അവരുടെ കുറെ പരിപാടിക്കൊക്കെ പോകാറുണ്ട്. അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ എല്ലാ പരിപാടിക്കും പോകും. പക്ഷെ ഞാൻ അതില്ലാത്ത പൊസിഷനിലൊന്നും ഞാൻ പോകില്ല. കാരണം എന്താ അറിയോ, ഞാനൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ റെസ്പോൺസിബിൾ ആകും കുറച്ച്. അതായത് എനിക്ക് അവരുടെ പാർട്ടിയും കൂടെ എൻ്റെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി പറയേണ്ടി വരും. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ താല്പര്യമില്ല. റെസ്പോൺസിബിലിറ്റി എനിക്ക് ഒട്ടും താല്പര്യമില്ല. ചില കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഇപ്പൊ നമ്മുടെ ട്യൂഷൻ പിള്ളേരുടെ കാര്യത്തിൽ അതാണ് ഞാൻ നിങ്ങൾ കൊച്ചി വിളിച്ചപ്പോൾ ഞാൻ വരില്ലെന്ന് പറഞ്ഞേ. കാരണം എനിക്കത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാ, എൻ്റെ ജോലി അത്. പക്ഷെ അല്ലാതെ ചില നമ്മളായിട്ട് ഇതിപ്പോ എൻ്റെ ലൈവ്ലിഹുഡാ. അല്ലാതെ എനിക്ക് റെസ്പോൺസിബിലിറ്റി അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഈ ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ കുറെ കടമകളുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, എനിക്ക് കടമകളുണ്ട്.
അത് ആർട്ടിക്കിൾ 51A കുറെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 51 ABCDEH അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. പാലിക്കുന്നുണ്ടോ? മാക്സിമം പാലിക്കുന്നുണ്ട്. അത് ഇപ്പോൾ എടുത്തോണ്ട് വരുവാണെങ്കിൽ ഓരോന്നായിട്ട് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഉണ്ട്. അതിൽ കുറെ എണ്ണം ഉണ്ട്. നമ്മുടെ ഞാൻ മറന്നുപോയി, അത് 51 ആർട്ടിക്കിൾ 51 അതുള്ളത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് സിറ്റിസൺ ടു പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പർ. അത് ഞാൻ ചെയ്യുന്നുണ്ട്, സയന്റിഫിക് ടെമ്പർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് സിറ്റിസൺ, അതായത് 14 വയസ്സ് വരെ കണ്ട് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പാരന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം നമ്മൾ പാലിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് എന്നിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം പാലിക്കുന്നുണ്ട്. ലൈഫിൽ എന്താവണം എന്നാണ് ശ്രീലക്ഷ്മി അറക്കലിന്റെ ആഗ്രഹം? എനിക്ക് ലൈഫിൽ ഒന്നാവണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി. ലക്ഷ്യബോധം ഇല്ലാതാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏത് ലക്ഷ്യബോധം? ഇപ്പൊ അത് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. എനിക്ക് അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല. നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കൊരു സ്വപ്നമൊന്നുമില്ല. എനിക്ക് പണ്ടൊക്കെ കുറെ സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പണ്ടത്തെ സ്വപ്നങ്ങൾ എന്തായാലും? പണ്ടത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആവണം എന്നൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ നെറ്റൊന്നും എഴുതിയിട്ട് കിട്ടുന്നില്ല. അപ്പം എൻ്റെ അതങ്ങ് മാറി. പിന്നെ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി ബി എഡ് എടുത്ത് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഞാനിങ്ങനെ ഒരു ഒഴുക്ക്, എനിക്ക് പഠിപ്പിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. അപ്പം ഇങ്ങനെ മാക്സിമം പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് അങ്ങ് പോവുക. ടീച്ചിങ് ലൈഫാണ് ടീച്ചിങ് എനിക്കിഷ്ടം. പക്ഷെ നാട്ടിലും സമൂഹത്തിലും മൊത്തം താങ്കളൊരു ആക്ടിവിസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, അത് വെച്ചിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റുമോ? ആക്ടിവിസം വെച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി പാരലലി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും വിലപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ റെസ്പോൺസിബിൾ സിറ്റിസൺ ആണല്ലോ. നമുക്ക് അപ്പൊളിറ്റിക്കലായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. പൊളിറ്റിക്കലായേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മൾ ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ഇടപെടും. അത് ഇപ്പുറത്ത് നമ്മുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുള്ള പരിപാടി ടീച്ചിങ്ങും അതൊക്കെ നടക്കും. കാരണം എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാ. ഫിസിക്സ് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? നമുക്ക് ഫിസിക്സ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാച്ചുറൽ ഫിനോമിനെ പറ്റി, നമുക്ക് ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റി ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഇത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ഭൂമിയുടെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്. ഫിസിക്സ് മാത്സ് ഇല്ലാതെ ഫിസിക്സ് പറ്റില്ല എല്ലാം. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് അത് റിയൽ ആയിട്ട് അറിയാനുള്ള ആഗ്രഹം, ക്യൂരിയോസിറ്റി. പണ്ടൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു ടീച്ചർ കാരണമായിരിക്കും ചില ആൾക്ക് സബ്ജക്ട് ഒക്കെ ഇഷ്ടപ്പെടാം. ഞാൻ പറഞ്ഞു പ്ലസ് ടു നേരത്തെ ഒരു കുട്ടി ഫിസിക്സ് തോറ്റെന്ന്, അവൻ BSc ഫിസിക്സ് എടുത്തേ. ഫിസിക്സിൽ തോറ്റവൻ ഫിസിക്സ് എടുത്തു. അതിന്റെ റീസൺ താങ്കളാണ്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞ ടീച്ചറെ, ഞാൻ ടീച്ചറോട് ഒരു ചോദിച്ചു കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്. അതിന്റെ ഉത്തരം ടീച്ചർ അന്ന് എന്നോട് പറഞ്ഞത് എന്നെ കുറെ ചിന്തിപ്പിച്ചത്. ഞാൻ എന്താ ഉത്തരം പറയുന്നത് എനിക്ക് പോലും ഓർമ്മയില്ല. ശരിക്കും എന്താണ് ആദ്യം ഉണ്ടായത്? അന്ന് ഞാൻ എന്തോ എവല്യൂഷനെ പറ്റിട്ടോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കൊടുത്തേ. അന്ന് അവനോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയോ കുറെ എവല്യൂഷനും ബിഗ് ബാങ് എന്താണ് പറയാനുള്ളത്? കോഴിയാണോ മുട്ടയാണോ? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എവല്യൂഷനെ പറ്റി എന്തോ പറഞ്ഞത്. അന്ന് ഞാൻ കുറച്ച് അതിനെ പറ്റി എന്തോ വായിച്ചെന്തിരിക്കുന്ന സമയമായിരുന്നു. ബിഗ് ബാങ് തിയറിനെ പറ്റിയിട്ടും എന്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതായത് ആദ്യം വാട്ടറിലാണ് യൂണിസെല്ലുലർ ഓർഗാനിസം ഉണ്ടായി, പിന്നെ അതിങ്ങനെ അങ്ങനെ. അപ്പൊ ഞാൻ സാപ്പിയൻസ് ഒക്കെ വായിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഹോമോ സാപ്പിയൻസ് എങ്ങനെയാണ് ഉണ്ടായെന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്ന് ഞാൻ ആ വായിച്ചുകൊണ്ടിരുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പറഞ്ഞു കൊടുത്തത്. അതേ പറഞ്ഞു, അതെന്താ പറഞ്ഞത് പോലും എനിക്ക് മര്യാദയ്ക്ക് ഓർമ്മയില്ല. അപ്പം അതിനെന്താണ് അവൻ പറഞ്ഞത്? ഇപ്പോഴും കോഴിയാണോ മുട്ടയാണോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമൊന്നും അല്ല. അതിപ്പോ നമുക്ക് നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം. രണ്ട് സൈഡുള്ള പോലെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ സയൻസ് എന്ന് പറയുന്നത്, സയൻസ് എപ്പോഴും തിരുത്തപ്പെടും, വീണ്ടും റിനോവേറ്റ് ചെയ്യും. കുറച്ചുകൂടെ പോസിബിലിറ്റീസ് ഉള്ള ഒരു സാധനമാണ് സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ശ്രീലക്ഷ്മി അറക്കലെ കുട്ടികൾക്ക് താങ്കൾ എന്താ ഐഡിയോളജി? ഞാൻ ഐഡിയോളജി ഒക്കെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ. ഞാൻ കുറേ പിള്ളേർ എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ശബരിമല ഇഷ്യൂ ഒക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ BEd ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ടീച്ചിങ് എത്തിക്സ് ഒന്നും അറിയത്തില്ല. MSc കഴിഞ്ഞ സമയമാണ്. അപ്പം ഈ പിള്ളേര് ഇങ്ങനെ പെണ്ണുങ്ങൾ കയറി ശരിയായില്ല അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പിള്ളേരോട് പറഞ്ഞു അതിനെന്താണ് കുഴപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു. കുറെ പിള്ളേരെ മാറി ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ പൊളിറ്റിക്സ് ഒക്കെ ഞാൻ നടപ്പിലാക്കിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ ഇപ്പോൾ സ്ത്രീകൾ കയറി എന്താ പ്രശ്നം? ശബരിമല സ്ത്രീകൾ കയറിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതാണ് പ്രശ്നം, അവിടുത്തെ സ്വർണ്ണം എല്ലാം അടിച്ചെടുത്തോണ്ട് പോകുന്നതാണ് പ്രശ്നം. ഇപ്പോ ഏതാണ് പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അത് മാറി ചിന്തിക്കട്ടെ. രാഹുൽ ഈശ്വറിനെ പറ്റി പോലെയുള്ള ആൾക്കാരൊക്കെ മുഖം മൂടി തിരിച്ചറിഞ്ഞ ഇവിടെയുള്ള ആൾക്കാർക്ക് കൊള്ളാം. ഇവിടെ ജാതിപരമായിട്ടും മതപരമായിട്ടും ജെൻഡർ പരമായിട്ടും അടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവൻ നോക്കുന്നത്. അതായത് നമ്മൾ ആണുങ്ങളുടെ കൂടെ തന്നെയാണ് അതായത് ആണുങ്ങൾ പെണ്ണുങ്ങൾ നമ്മളെ മാറാണെന്നല്ല പറയുന്നത്. നമ്മളിവിടെ ഒരു ഇക്വിലിബ്രിയം വേണമെന്നാ പറയുന്നത്, ഒരു സമത്വം വേണമെന്നാ പറയുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വാറ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനിടയിൽ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിന് ആരും അനുവദിച്ചു കൊടുക്കരുത്. ഇനി രാഹുൽ ഈശ്വർ എത്രയൊക്കെ നല്ലവനായി ഇരിക്കാൻ ശ്രമിച്ചാലും രാഹുൽ ഈശ്വറിന്റെ റിയൽ സ്വഭാവം എപ്പോഴെങ്കിലും പുറത്തു വരും. ആളുകൾ തിരിച്ചറിയാതെ. രാഹുൽ ഈശ്വറുള്ള സ്വഭാവം താങ്കൾ ശ്രദ്ധിച്ചിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്? രാഹുൽ ഈശ്വറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എല്ലായിടത്തും പോയിട്ട് ഒരേ കാര്യം ഏകദേശം പറയും. അതിനകത്ത് കുറച്ച് BBC കോട്ട് ചെയ്യും, അത് കോട്ട് ചെയ്യും, ഇത് കോട്ട് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഭയങ്കര സംവാദ കഴിവാണ്, അതായത് പറഞ്ഞു നിൽക്കാനുള്ള ഭയങ്കര കഴിവാണ്. എനിക്ക് ആ കഴിവൊന്നുമില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വർ 24 ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്, നിങ്ങൾ രാഹുൽ ഈശ്വറെ കൊമ്പ് പുറത്ത് അങ്ങനെയൊക്കെ. എനിക്ക് അതിനെ കഴിവില്ല. രാഹുൽ ഈശ്വർ എന്നോട് വന്ന് മിണ്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ സംവാദത്തിൽ എന്തായാലും രാഹുൽ ഈശ്വർ തോൽപ്പിക്കും. എനിക്ക് അവിടെ കിടന്ന് നല്ലത് വിളിച്ച് പറയുക, എൻ്റെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. രാഹുൽ ഈശ്വർ മികച്ചൊരു സംവാദകനും മികച്ചൊരു ഇങ്ങനത്തെയൊക്കെ നോളജ് ആണ് പുള്ളിക്ക്. നോളജ് ഒന്നും ഇല്ലെന്നൊന്നുമില്ല. അതായത് വർത്താനം പറയാനുള്ള നാക്കിന് കുറെ കഴിവുണ്ട്. ആള് പറയുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആള് ഈ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ അടിച്ചു വിടുന്ന അല്ല, ചില ഇൻസിഡന്റ് എടുത്ത് അതിനെയൊക്കെ ജനറലൈസ് ചെയ്ത് ഇവിടെ ജെൻഡർ വാർ ഉണ്ടാക്കാനാണ് പുള്ളി നോക്കുന്നത്. ശരിക്കും അങ്ങനെ ജെൻഡർ വാർ ഉണ്ടാക്കരുത്. ഇവിടെ ഫെമിനിസ്റ്റുകളൊന്നും ആണുങ്ങൾക്കെതിരെയുള്ള ആൾക്കാരല്ല, അത് ആദ്യം മനസ്സിലാക്കണം. പുരുഷ വിരോധി അടിച്ചിട്ടിട്ട് അത് ഞാനിപ്പോ പറഞ്ഞല്ലോ, അത് എന്റെ ഭാഗത്ത്. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പായി പറയാം, എന്നെ എല്ലാ ഫെമിനിസ്റ്റുകളുടെയും കൂട്ടത്തിൽ പെടുത്തരുത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഭാഗമായത് എന്റെ കുറെ കാര്യങ്ങൾ പറയുന്ന റെസ്പോൺസിബിലിറ്റി അവരുടെ മേലെ വരാതിരിക്കരുത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്റെ വ്യക്തി ഇതായിട്ട് പറയണം. എനിക്ക് ഫെമിനിസ്റ്റ് എന്നുള്ള പേര് ആൾക്കാർ ഇട്ട് തന്നത്, അതിനെ ഞാൻ മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും ഞാൻ ഫേക്ക് ആണെന്ന് വരെ ഇട്ടു, ഫേക്ക് ഫെമിനിസ്റ്റ് ആണ്. താങ്കൾ എന്താണ് ശരിക്കും? ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന്. പക്ഷെ എല്ലാ തരത്തിലും ഇപ്പൊ ഫെമിനിസം തന്നെ കുറെ ടൈപ്പ് ഉണ്ട്, കുറെ ടൈപ്പ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ടൈപ്പ്? എനിക്ക് അതൊക്കെ ജെൻഡർ ഞാൻ എന്റെ ജീവിത സാഹചര്യം കൊണ്ട് ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണ്. പക്ഷെ അക്കാദമിക് ആയിട്ട് ഫെമിനിസത്തെ പറ്റി അറിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ പോയി ഇന്റർവ്യൂ എടുത്താൽ എത്ര ടൈപ്പ് ഫെമിനിസം ഉണ്ട്, അത് ഇതുണ്ടെന്നൊക്കെ. ഞാൻ ഒരു കാറ്റഗറിയിലും വിളില്ല. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ശ്രീലക്ഷ്മി അറക്കൽ എന്നുള്ള ഒരു കാറ്റഗറി പെടുത്തുക. അല്ലാതെ ഫെമിനിസ്റ്റുകൾ എല്ലാം കൂടെ ആൺവിരോധികളാണ് അങ്ങനെയൊന്നും പറയരുത്. ഫെമിനിസ്റ്റുകളൊന്നും ആൺവിരോധികളൊന്നും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശ്രീലക്ഷ്മി ഒരു ആൺവിരോധിയല്ല. എനിക്ക് ആണുങ്ങളാണ് ഏറ്റവും ഇഷ്ടം. എന്റെ ഫ്രണ്ട്സ് സർക്കിൾ മൊത്തം ആണുങ്ങളാ. ഞാൻ ഇന്നലെ ആണെങ്കിലും കുറെ ആമ്പിളത്തെ കണ്ടപ്പോ എന്ത് രസം കാണാൻ, ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അറപ്പും വെറുപ്പൊന്നും ഇല്ല. ഇല്ല. പിന്നെ ഞാൻ ഓരോ ആൾക്കാരെ കാണുമ്പോ എന്താ രസം, ഇവരെ കാണാം, ഇവരെങ്ങനെ വളയ്ക്കണം, ഇതൊക്കെയാണ് എന്റെ തലയിൽ ചിരിക്കുന്നത്. പക്ഷെ കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അതുകൂടി ഞാൻ ബ്രാക്കറ്റ് ഇട്ട് വയ്ക്കുകയാണ്. ചില ആൾക്കാർ ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വരും. അവര് ചിലപ്പോ കമ്മിറ്റഡ് ലൈഫിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ പെടണ്ടല്ലോ വെച്ച് പറഞ്ഞു മാത്രം. ഞാൻ എന്തായാലും ലൈഫിൽ ഒതുക്കിയൊന്നും പോകൂല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അവസാനമായിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സൈബർ ബുള്ളിങ് കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിന്റെ പ്രതിവിധിയല്ല വേറൊരാളെ സൈബർ ബുള്ളിങ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഷിംജിതനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതുകൊണ്ട് ഷിംജിത തെറ്റാണ് ശരിയാണെന്നല്ല, ഷിംജിതനെ സൈബർ ബുള്ളിങ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് പറയുന്നത് എന്നെ എല്ലാവരും കൂടെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. ഞാൻ സൈബർ ബുള്ളിങ് കുറേ ഇങ്ങനെ അനുഭവിച്ച് ഈ ആൾക്കാരെല്ലാം ഭയങ്കര വൃത്തികേടായിട്ടല്ലേ പറയുന്നത്, വേടി അത് ഇത് ഇങ്ങനെയൊക്കെ തന്തയില്ലാത്തവള് അങ്ങനെ ഇങ്ങനെ ഒത്തിരി പറയുവാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ വിമർശിക്കാം, പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വിമർശിക്കണം എല്ലാവരും. അപ്പം എന്നെ മാത്രമല്ല ആരെ വിമർശിക്കുമ്പോഴും ഹെൽത്തി ആയിട്ടുള്ള രീതി വിമർശിക്കണം. പിന്നെ ഫോട്ടോസ് ഒന്നും അധികം യൂസ് ചെയ്യരുത്. ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കൽ ഇങ്ങനെ പറഞ്ഞു എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്ന ആളാണ്, നടന്നു പോകുന്ന ആളാണ്, ഞാൻ അവിടെ ചായക്കടയിൽ പോകുന്നത്. എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ എവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും എനിക്കോ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് നടന്നൊക്കെ പോകുന്ന ആളാണ്, എന്നെ ആരും അടിക്കുമോ അങ്ങനെയൊക്കെ. എനിക്കിപ്പോൾ ഈ ഓറഞ്ച് കണ്ണട മാറ്റേണ്ട അവസ്ഥയായി. ഞാനിപ്പോൾ ഊബറിൽ വന്നപ്പോൾ പുള്ളിയും പറഞ്ഞു ഈ ഓറഞ്ച് കണ്ണട മാറ്റ സമയമായെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ ലൈഫ് കുറച്ച് മാറ്റേണ്ട, മുടിയൊക്കെ മുറിച്ചൊന്ന് ലുക്ക് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരാളെ അങ്ങനെ മാറ്റരുത്. അതായത് നമ്മുടെ ഫോട്ടോ ഒന്നും അങ്ങനെ യൂസ് ചെയ്യരുത് അനുവാദം ഇല്ലാതെ. ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുമ്പോൾ ആ പേര് പറഞ്ഞ കുഴപ്പമില്ല, ഫോട്ടോ കാണിച്ചാൽ പിന്നെ എന്താണ്? പേര് പറഞ്ഞിട്ട് ഹെൽത്തി ആയിട്ട് വിമർശിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള റൈറ്റ് ഉണ്ട്. അവള് എന്തുകൊണ്ട് അങ്ങനെ അവൻ മരിച്ചപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു, അത് തെറ്റായി പോയി, അങ്ങനെ ഒരു മനുഷ്യന്റെ മരണത്തിൽ സന്തോഷിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതൊരു ഹെൽത്തി ആയിട്ടുള്ള വിമർശനം. അല്ലാതെ അവള് വേണ്ടി, അവള് മറ്റത്, അവള് തന്തയില്ലാത്തവള്. സീക്രട്ട് ഏജന്റ് വിമർശിച്ചതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ, വീഡിയോ കണ്ടിട്ടില്ല. എല്ലാവരും കുറെ ആൾക്കാർ പറഞ്ഞു സീക്രട്ട് ഏജന്റ് നല്ലതായിട്ടാണോ വിമർശിച്ചത്. പക്ഷെ ഞാൻ സീക്രട്ട് ഏജന്റിന്റെ കംപ്ലൈന്റ് കൊടുത്തത് എന്റെ ഫോട്ടോ യൂസ് ചെയ്യുന്ന അത് സീക്രട്ട് ഏജന്റിനെ പോലുള്ള ഒരാൾ വലിയൊരു ഇൻഫ്ലുവൻസർ അല്ലേ. അപ്പൊ നമ്മളെ അങ്ങനെ ഫോട്ടോ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശമായിട്ടല്ലേ ആൾക്കാരിലേക്ക്. രണ്ടാമത്തെ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തി, ഒരു പെൺകുട്ടിയുടെ. അതൊക്കെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും സംസാരിക്കാനുണ്ട്. നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം. ഈ വാക്കുകളോട് അവസാനിക്കുന്നില്ല, ചർച്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. എനിക്ക് പ്രേക്ഷകരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ ജീവിക്കുന്നത് സൈബർ ലോകത്താണ്. ഈ സൈബർ ലോകത്തിൽ ഇടുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടു വേണം. തീക്കൊള്ളി കൊണ്ടാണ് നമ്മൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാ, ഒരു ആറ്റം ബോംബിനെ. അപ്പോൾ അത് ചിന്തിച്ച് മാത്രം
ഇടുക, പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര നേരം നമുക്ക് വേണ്ടി സംസാരിച്ച ശ്രീലക്ഷ്മി അറക്കലിനോട് മൈ മീഡിയ ഒറിജിനൽസിന് നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത അതിഥിയുമായിട്ട് കണ്ടുമുട്ടാം. ദിസ് ആർ ജിഗ്രൻ സൈനിങ് ഓഫ് ഫ്രം മൈ മീഡിയ ഒറിജിനൽസ്. ബൈ.